കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ കർത്തൃദിവസത്തിൻ്റെ പകൽ സമയം ഈ ആരാധനയ്ക്ക് വേണ്ടി വിവിധ ഭവനങ്ങളിൽ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു കർത്തനദിനം കൂടെ ദൈവം മുമ്പിൽ ദൈവത്തെ ആരാധിക്കുവാൻ വലിയവനായ കർത്താവ് നൽകിയ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് വന്ദനമറിയിക്കുകയും ചെയ്യുന്നു. അരക്ഷിതത്വം നിറഞ്ഞ ഈ ലോകത്തിൽ എങ്ങും സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ഗാനങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, തിരുവചനം ശ്രവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ദിനം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ലഭിച്ച സമയം ഏറ്റവും വിലയേറിയതാണ്. ഇത് ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമായി തീരും. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിനങ്ങളെക്കാൾ ഉത്തമമാണ്. ജീസസ്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ എന്നല്ലേ തിരുവചനം പറയുന്നത്. ഇന്ന് ദൈവത്തെ സന്തോഷത്തോടെ സേവിപ്പാൻ, ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ വൈഷമ്യമേറിയ പാതകളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ, ഒരുപക്ഷെ വഴിയറിയാതെ നാം അലയുമ്പോൾ, നമുക്ക് താങ്ങായി തണലായി നമ്മോട് കൂടെയുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇന്ന് പകലിലും അവൻ അദൃശ്യ സ്നേഹിതനായി നമ്മോട് കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. വേദന കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറയുമ്പോൾ, ഭാരം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ, ഉറ്റ സ്നേഹിതനായി അരികെ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ സ്നേഹം ഒരിക്കൽ കൂടെ നമുക്ക് അനുഭവിച്ചറിയാം. തിരുവചന ചിന്തയിലേക്ക് ഇന്ന് രാവിലെ സമയം പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഭവനങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം തുറക്കാം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വേദവാക്യങ്ങൾ ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്ക് ആധാരമായി ഇവിടെ വായിക്കുന്നു. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 23-35. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടം ഒക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നമ്മുടെ കർത്താവ് പറഞ്ഞ ഏറ്റവും മനോഹരമായ ഉപമകളിൽ ഒന്നാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചത്. സ്വർഗരാജ്യത്തിൻ്റെ സത്യങ്ങൾ സാധാരണ സംഭവങ്ങളിലൂടെ വിശദീകരിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉപമകൾ. ദൈവിക സത്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അനുദിന ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ യേശു എടുത്തു പറഞ്ഞുകൊണ്ട്
ആത്മീയ സത്യങ്ങളുടെ കലവറ അവർക്കായി തുറന്നു കൊടുത്തു. ആടുകളുടെ ഉപമ, താലന്തുകളുടെ ഉപമ, നഷ്ടപ്പെട്ട പുത്രനെക്കുറിച്ചുള്ള ഉപമ, കാണാതെ പോയ ദ്രമ്യയെക്കുറിച്ചുള്ള ഉപമ, ഇതൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന കാര്യമായിരുന്നു. എന്നാൽ അതിലൂടെ അലംഘനീയമായ ആത്മീയ സത്യങ്ങളുടെ കലവറ യേശു തുറക്കുകയായിരുന്നു. നിത്യതയുടെ സത്യങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ വെളിപ്പെടുത്തുന്നതായിരുന്നു യേശുവിൻ്റെ ഉപമകൾ. സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ധാരാളം ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പത്രോസ് വന്ന് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 18-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എന്നോട് എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ഈ ഉപമ പറയുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മനോഹരമായൊരു ഉപമയാണ്, മനോഹരമായൊരു പാരബിളാണ്. ഇവിടെ ഒരു രാജാവിനെ നമ്മൾ കാണുന്നു, ഒരു യജമാനനെ നമ്മൾ കാണുന്നു. ഒരു ദിവസം ആ യജമാനനിരുന്ന് തൻ്റെ കണക്ക് നോക്കുകയാണ്. തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള, തന്നോട് കടപ്പെട്ടിട്ടുള്ള ആളുകളുടെ കടം നോക്കി. ഹിയർ ദ കിങ് ഈസ് ദ ക്രെഡിറ്റർ. ഇവിടുത്തെ രാജാവ് കടം കൊടുക്കുന്നയാളാണ്. അവിടെ കുറേ ഡെറ്റേഴ്സ് ഉണ്ട്, കടം വാങ്ങിയ കുറേ ആളുകളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവൻ 10,000 താലന്താണ് ഈ രാജാവിന് കടപ്പെട്ടിരിക്കുന്നത്. 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഒരു താലന്ത് എന്ന് പറയുന്നത് 6,000 ദ്രഹ്മയാണ്, ദിനാരി. ഒരു താലന്ത് എന്ന് പറയുന്ന 6,000 ദ്രഹ്മയാണ്. അങ്ങനെയാണെങ്കിൽ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 6 മില്യൺ ദ്രഹ്മയുണ്ട്. പ്രൈസ് ഗോഡ്. ഈ രാജാവ് അത്ര സമ്പന്നനായിരുന്നത് കൊണ്ട് ഓരോരുത്തരുടെ ആവശ്യം അറിഞ്ഞ് കടം കൊടുത്തു. ഒരു പക്ഷേ നമ്മുടെ ഒരു മോർഗേജിന്റെ എമൗണ്ട് ആകാം. 6 മില്യൺ ദ്രഹ്മ ഒരു മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു. രാജാവ് കണക്ക് നോക്കിയപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആ മനുഷ്യനാണ്. അതുകൊണ്ട് അവനെ വിളിച്ചു, അവനോട് പറഞ്ഞു, നിന്റെ കടം വീട്ടണം. അവൻ രാജാവിൻ്റെ മുൻപിൽ വീണു, യജമാനന്റെ മുമ്പിൽ വീണ് കവിണ്ണു വീണ് കേണപേക്ഷിച്ചു. എനിക്ക് എക്സ്റ്റൻഷൻ തരണം, കുറച്ചു നാൾ കൂടെ തരണം, ഞാൻ തന്നു തീർത്തു കൊള്ളാം. രാജാവിൻ്റെ വിധി നിങ്ങൾ നോക്കണം. അവനെ വിറ്റ്, അവൻ്റെ കുടുംബത്തെ വിറ്റ്, അവൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ്, അവനുള്ളതെല്ലാം വിറ്റ് രാജാവിൻ്റെ കടം വിട്ടാൻ രാജാവ് ആവശ്യപ്പെടുന്നു. ജീസസ്. പക്ഷെ ആ മനുഷ്യനെ ആ രാജാവിൻ്റെ മുൻപിൽ വീണ് കേണപേക്ഷിച്ചു. 6 മില്യൺ ദ്രഹ്മ കടമെടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ രാജാവിൻ്റെ മുൻപിൽ 1 സെക്കൻഡ് വീണ് നമസ്കരിച്ച് കേണപേക്ഷിച്ചപ്പോൾ ഈ രാജാവിനുണ്ടായ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. അവന് മനസ്സലിഞ്ഞു. രാജാവിന് മനസ്സലിഞ്ഞു. രാജാവ് പറഞ്ഞു, നിന്നെ വിട്ടയച്ചിരിക്കുന്നു, നിന്നെ റിലീസ് ചെയ്തിരിക്കുന്നു, നിന്നെ സ്വതന്ത്രനായി വിട്ടിരിക്കുന്നു. യഹൂദന്റെ പ്രമാണം അനുസരിച്ചാണെങ്കിലും അന്നത്തെ നാട്ടു നടപ്പനുസരിച്ചാണെങ്കിലും കടം വീട്ടുവാനുള്ള ആളുകൾക്ക് കടം കൊടുത്ത് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്ക് കടപ്പെട്ടിരിക്കുന്നു ആ മനുഷ്യന്റെ ദാസനായി തീരണം. രാജാവ് പറഞ്ഞു, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, എനിക്ക് നിന്നോട് മനസ്സിലു തോന്നിയിരിക്കുന്നു. അവൻ ഇളച്ചു കൊടുത്തു, അവനെ വിട്ടയച്ചു. നിങ്ങൾ നോക്കിക്കേ, എത്ര വലിയൊരു സത്യമാണ് യേശു പറയുന്നത്. 1, 2, 3, 10 ഡോളറിന്റെ കടമല്ല, മില്യൺ കണക്കിന് ഡോളറിന്റെ കടമുള്ള മനുഷ്യനോട് ഈ രാജാവിന്റെ മനസ്സലിവെന്ന ഒറ്റ പദത്തിനകത്ത് അത്രയും വലിയ കടം ഉരുകി മാറി. ജീസസ്. ഇവിടെയല്ല സ്റ്റോറി അവസാനിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദാസൻ നടന്നു പോകുമ്പോൾ
തന്നൊരു ദാസനാണ്, യജമാനന്റെ ദാസനാണ്. ഇദ്ദേഹം നടന്നു പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. നിങ്ങൾ നോക്കണം, ഇദ്ദേഹം കടപ്പെട്ടിരുന്നത് 6 മില്യൺ ദ്രഹ്മയാണ്. അദ്ദേഹത്തോട് മറ്റൊരു കൂട്ടുദാസൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫെലോ സെർവന്റ്. ഈ മനുഷ്യൻ യജമാനനല്ല, ഇവൻ ദാസനാണ്. അവന്റെ കൂട്ടുദാസൻ 100 വെള്ളിക്കാശ്, നമ്മുടെ $100 എന്നങ്ങ് കണക്കാക്കിക്കൂ, കടപ്പെട്ടിരിക്കുന്നു. വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി. 28-ാമത്തെ വാക്യം, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചു. അത് കഠിനമായൊരു പിടിയായി പോയി. അവൻ പറഞ്ഞു കാണും, ഐ കാൻറ്റ് ബ്രീത്ത്. അവൻ ആവർത്തിച്ചു പറഞ്ഞു, ഐ കാൻറ്റ് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്നെ സ്വതന്ത്രനായി വിടണം. ഞാൻ 100 വെള്ളിക്കാശല്ലേ കടപ്പെട്ടിട്ടുള്ളൂ. ഐ വിൽ പേ ബാക്ക്, ഞാൻ തിരിച്ചു തരാം. എനിക്കൊരു എക്സ്റ്റൻഷൻ തന്നാൽ മതി. തരത്തില്ലെന്ന് അവൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം, $6 മില്യൺ കടമുണ്ടായിരുന്ന, നമ്മുടെ ഭാഷയിൽ കടമുണ്ടായിരുന്ന മനുഷ്യൻ അത് മുഴുവൻ ഇളച്ചു കിട്ടിയതാണ്. അവൻ നടന്നു പോകുമ്പോൾ തനിക്ക് $100 കടമുള്ള മനുഷ്യന്റെ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി. അവന് ശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ പറയുന്നു, ഐ കാൻറ്റ് ബ്രീത്ത്. ജീസസ് അവൻ പറഞ്ഞു, എനിക്കൊരു എക്സ്റ്റൻഷൻ തന്നാൽ മതി, ഞാൻ തന്നു തീർക്കാം. അവിടെ വ്യാപരിച്ച ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ നോക്കണം. രാജാവിൻ്റെ ക്യാരക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കമ്പാഷൻ. രാജാവിന് മനസ്സലിഞ്ഞു. ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ. ആ രാജാവ് മനസ്സലിവുള്ളവനായി തീർന്നു. പക്ഷേ ഈ മനുഷ്യന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കോ. 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന് മനസ്സില്ല, അവന് കമ്പാഷൻ ഇല്ല. ഉടനെ ചെന്ന് കടം വീട്ടുന്നത് വരെ അവനെ തടവിലാക്കി. ജീസസ്. ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദാസൻ 10,000 താലന്ത് കടപ്പെട്ടവനായിരുന്നു. രാജാവിന്റെ മുൻപിൽ കേണപേക്ഷിച്ചപ്പോൾ മഹാമനസ്കനായ രാജാവ്, മനസ്സലിവുള്ള രാജാവ്, കമ്പാഷനേറ്റായ രാജാവ്, ഗ്രേസ്ഫുൾ ആയിട്ടുള്ള രാജാവ് സൗജന്യമായ മനുഷ്യനെ വിട്ടു. പക്ഷേ അവന് 100 വെള്ളിക്കാശ് കടമുള്ള മനുഷ്യൻ 100 വെള്ളിക്കാശേ ഉള്ളൂ. നിങ്ങളതിൻ്റെ വ്യത്യാസം തിരിച്ചറിയണം. 100 വെള്ളിക്കാശ് കടമുള്ള മനുഷ്യനെ കണ്ടപ്പോൾ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, അവനെ തടവിലാക്കി. അത് തന്നു തീർക്കുന്നത് വരെ അവനെ ജയിലിലാക്കി. 31-ാമത്തെ വാക്യം, ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടു. ഇന്നത്തെ പോലെ സെൽഫോണിൽ റെക്കോർഡ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം മറക്കരുത്, ഏത് ആക്ഷനും റെക്കോർഡ് ചെയ്യുന്ന ഒരാൾ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. You are responsible for your actions. And at the same time, you are responsible for your reactions also. സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും നമ്മൾ ഉത്തരവാദികളാണ്. നമ്മുടെ പ്രതികരണത്തിനും നമ്മൾ ഉത്തരവാദികളാണ്. കൂട്ടുദാസന്മാർ ഇത് കണ്ടു. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തുപോയി. കൂട്ടുദാസന്മാർ സങ്കടപ്പെടാനൊരു കാര്യമുണ്ട്. ഇവൻ എന്ത് ക്രൂരനായ മനുഷ്യനാ, ഇവന് 10,000 താലന്ത് ഇളച്ചു കിട്ടിയതല്ലേ, 100 വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നോ? ഇവൻ കാണിച്ചത് ക്രൂരതയല്ലേ? കരയുന്ന കുറെ ആളുകൾ ഒരു മനുഷ്യന്റെ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കിയപ്പോൾ കണ്ട് കരയുന്ന 100 കണക്കിന് ആളുകൾ. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, അവർ ചെന്ന് രാജാവിനോട് ഈ വിവരം പറഞ്ഞു, യജമാനനോട് ഈ വിവരം പറഞ്ഞു. യജമാനൻ അവനെ വിളിച്ച്, ഇപ്പൊ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? മുമ്പ്, കുറെ നേരത്തിന് മുമ്പ് ഇവനെ കണ്ടപ്പോൾ യജമാനൻ കമ്പാഷനേറ്റ് ആയിരുന്നു, യജമാനൻ മനസ്സലിവുള്ളവനായിരുന്നു. ഇപ്പോൾ ഈ ദാസൻ വന്നപ്പോൾ യജമാനൻ വിളിക്കുന്ന എന്താണെന്നറിയാമോ? ദുഷ്ടദാസനെ, വിക്കറ്റ് സെർവന്റ്. യജമാനന്റെ ക്യാരക്ടർ മാറി, യജമാനന്റെ സ്വഭാവം മാറി. സഹോദരങ്ങളെ, ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിങ്ങളുടെ മനസ്സിൽ തരാനാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു കൊണ്ടുവരുന്നത്. യജമാനന്റെ സ്വഭാവം മാറി. എന്നും ഈ യജമാനൻ സെയിം സ്വഭാവത്തിൽ നിൽക്കത്തില്ല.
നമ്മുടെ ആക്ഷൻ അനുസരിച്ചാണ് യജമാനന്റെ സ്വഭാവം വെളിപ്പെടുന്നത്. യജമാനൻ വിളിക്കുന്നത് വിക്കറ്റ് സെർവന്റ് എന്നാണ്, ദുഷ്ടദാസനെ. ഞാൻ നിന്നോട് ഇളച്ചു തന്നതുപോലെ നീയും ഇളച്ചെടു കൊടുക്കരുതായിരുന്നോ? യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു. എന്താണ് ദൂത്? വേഴ്സ് 35, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ. The title of my message is The Power of Forgiveness. The power of forgiveness. ക്ഷമയുടെ ശക്തി. ഇത് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നിനക്ക് ലഭിച്ചതുപോലെ, നിനക്ക് ദൈവത്തിങ്കൽ നിന്ന് ദയ ലഭിച്ചതുപോലെ, കരുണ ലഭിച്ചതുപോലെ, ക്ഷമ ലഭിച്ചതുപോലെ നീ അത് പ്രതിഫലിക്കണം. നിന്റെ ലൈഫിൽ അത് റേഡിയേറ്റ് ചെയ്യണം, അത് റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനല്ലേ യേശു പറയുന്നത്? ജീസസ് ഈ മനുഷ്യന് 100 താലന്ത് കടപ്പെട്ട മനുഷ്യന്, അത് വെള്ളിക്കാശ് കടപ്പെട്ട മനുഷ്യന് അത് കൊടുക്കാൻ പ്രാപ്തിയില്ലായിരുന്നു. അതുപോലെയായിരുന്നു മറ്റേ ദാസനും, അവനും കൊടുക്കാൻ പ്രാപ്തിയില്ലായിരുന്നു. രണ്ടുപേരും എക്സ്റ്റൻഷനെ ചോദിച്ചുള്ളൂ. പക്ഷേ ആദ്യത്തെ ആളിനെ യജമാനൻ അത് ക്ഷമിച്ചു കൊടുത്തു, അവനെ വെറുതെ വിട്ടു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം, മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിലെ വാചകം നിങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം ഇന്ന് രാവിലെ നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. നാം കൃപയിൽ നിൽക്കുന്നതിന് കാരണം നമ്മുടെ അനവധിയായ കടങ്ങളും പാപങ്ങളും ദൈവം ക്ഷമിച്ചു തന്നു. ഫോർഗിവ്നെസ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിച്ചല്ലോ, അതുപോലെ മറ്റുള്ളവരോടും ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു കൃപ തരണം. ജീസസ്. യജമാനന്റെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? കമ്പാഷനും പിറ്റിയുമാണ്. ദയുള്ള യജമാനൻ. ഒന്നും തിരികെ ചോദിക്കാതെ, ഒന്നും തിരികെ പ്രാപിക്കാതെ യജമാനൻ സൗജന്യമായി ആ മനുഷ്യനെ വിട്ടയച്ചു. പക്ഷെ നിങ്ങൾ മറക്കരുത്, ഒരു കാലത്തേക്ക് യജമാനൻ മേഴ്സിഫുൾ ആണെങ്കിലും, കമ്പാഷനേറ്റ് ആണെങ്കിലും, കൈൻഡ് ആണെങ്കിലും, ലവിങ് ആണെങ്കിലും, ഫോർഗിവിങ് ആണെങ്കിലും എന്നും ഈ യജമാനൻ അങ്ങനെ ഇരിക്കയില്ല. ജീസസ്. ഹല്ലേലൂയ. ഈ യജമാനൻ രാജാവാണെന്ന് നിങ്ങൾ മറക്കരുത്, അധികാരമുള്ളവനാണെന്ന് നിങ്ങൾ മറക്കരുത്. ഈ യജമാനൻ ആരാണെന്ന് അവന്റെ സോവർണിറ്റി തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് ക്ഷമയോദിക്കണം. ജീസസ്. വലിയ എമൗണ്ട് യജമാനൻ ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ അവന് ഒരു ചെറിയ എമൗണ്ട് ക്ഷമിക്കാൻ മനസ്സില്ലായിരുന്നു. രണ്ടുപേരും ദാസന്മാരാ. നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടുപേരും ദാസന്മാരാ. ദൈവത്തിൻ്റെ ക്ഷമ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, അത് ദൈവത്തിൻ്റെ ദയയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. ദൈവം നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മളോട് കണക്കിട്ടാൽ നമുക്കാർക്കും ദൈവത്തിന് മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ല. നമ്മുടെ അനവധിയായ കടങ്ങളും പാപങ്ങളും കാൽവറിയിലെ പുണ്യാഹ രക്തം കൊണ്ട് കഴുകി നമ്മോട് ക്ഷമിച്ച് നിത്യ നരകത്തിൽ നിന്ന് നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി ദൈവം മാറ്റി. കുഞ്ഞേ, $1,000,000,000 കൊടുത്താലും നിനക്ക് ലഭിക്കാത്ത ആത്മരക്ഷ സൗജന്യമായി ഈ യജമാനൻ നിനക്ക് തന്നതാണ്. ഹല്ലേലൂയ.
എനിക്ക് ദേശത്തോട്, ഈ രാജ്യത്തോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ഒരു സന്ദേശം പറയാനുണ്ട്. നിന്നോട് ദൈവം ക്ഷമിച്ചതോർത്താൽ നിനക്ക് ക്ഷമിക്കുവാൻ കഴിയും. ജീസസ്. മത്തായി സുവിശേഷത്തിന് 6:12 അതാ കർത്താവ് പറയുന്നേ. ഞാനിന്ന് ബൈബിളിലെ ഏറ്റവും മനോഹരമായൊരു ചിന്ത ശാന്തമായ ഭാഷയിൽ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഡിവൈൻ ഫോർഗിവ്നെസ് ഈസ് ഓൾവേസ് അൺകണ്ടീഷണൽ. വാട്ട് ഈസ് ദ പവർ ഓഫ് ഫോർഗിവ്നെസ്? എന്താണ് ക്ഷമയുടെ ശക്തി? ക്ഷമയുടെ ശക്തി ഇതാണ്. ദാറ്റ് ഈസ് ഓൾവേസ് അൺകണ്ടീഷണൽ. ഒന്നും തിരിച്ചു വാങ്ങിക്കാതെ, ഒന്നും തിരിച്ചു ചോദിക്കാതെ, എന്തെങ്കിലും ഒരു റിവാർഡോ ഒരു അവാർഡോ ചോദിക്കാതെ നമ്മളോട് സൗജന്യമായി ക്ഷമിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഫോർഗിവ്നെസ്. ഹല്ലേലൂയ. നാം ചെയ്ത കുറ്റങ്ങൾക്കനുസരിച്ചല്ല ദൈവം നമുക്ക് പകരം തന്നത്. നാം ചെയ്ത തെറ്റുകൾക്കനുസരിച്ചല്ല ദൈവം നമ്മെ ന്യായം വിധിച്ചത്. അത് പുത്രനിലൂടെ നോക്കിയിട്ട്, പുത്രന്റെ കണ്ണാടിയിലൂടെ നോക്കിയിട്ട് ദൈവം നമ്മോട് ക്ഷമിച്ചു തന്നിട്ട് ഇന്ന് രാവിലെ നമ്മോട് പറയുക, ആർ യു വില്ലിംഗ് ടു ഫോർഗിവ് അതേഴ്സ്? ജീസസ്. ഈ സ്റ്റോറി നിങ്ങൾ വായിച്ചു നോക്കിക്കേ. അവന്റെ കൂട്ടുദാസന്മാർ ദുഃഖിച്ചു. നിന്റെ ആങ്കർ, നമ്മുടെ ഹൃദയത്തിനകത്ത് കുടികൊള്ളുന്ന ആ കോപത്തിൻ്റെ ശക്തി, ആ ഗ്രഡ്ജസ്, ആ പകയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ എവിടെയോ ഇരുന്ന് കരയുന്ന കുറെ ആളുകൾ ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ജീസസ്. നിങ്ങൾക്ക് 32-ാം സങ്കീർത്തനം ഓർമ്മയുണ്ടല്ലോ. 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സാം നമ്പർ 32 വളരെ ഗൗരവമുള്ള സങ്കീർത്തനമാണ്. 32-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കേട്ടോ. 32-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വാക്യങ്ങളാണ്. കേട്ടോ. സാം നമ്പർ 32 വേഴ്സസ് 1 ഫോളോയിങ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഓക്കെ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ഭാഗ്യവാനെ കുറിച്ചാണ് പറയുന്നത്. ലംഘനം ദൈവം ക്ഷമിച്ചു. അതൊക്കെ വലിയ അർത്ഥമുള്ള വാക്യങ്ങളാണ്. പാപം ദൈവം ക്ഷമിച്ചു. ആത്മാവിലെ കപടം ദൈവം കണക്കിട്ടില്ല. അടുത്തത്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ഞാനിത് ഏറ്റു പറയാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഞാൻ ഏറ്റു പറയാതിരുന്ന കാലത്ത് എൻ്റെ അസ്ഥികൾക്ക്, എൻ്റെ ബോണിനകത്ത് ജസ്റ്റ് ലൈക്ക് എ ക്യാൻസർ അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത്, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. എന്നും ഞാൻ കരയുകയായിരുന്നു. എന്നും ദൈവത്തിന്റെ കരം എനിക്ക് ഭാരമായിരുന്നു. എന്താ കാര്യമെന്നറിയാമോ? ആ അൺഫോർഗിവിംഗ് നേച്ചർ, എനിക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നത് എൻ്റെ അസ്ഥിക്കകത്ത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഭാരത്തോടാ എഴുന്നേൽക്കുന്നത്. കേട്ടോ അടുത്ത വാക്യം. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അടുത്തത്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. പക്ഷേ ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, എൻ്റെ ദൈവമേ, ഇനി ഞാനിത് മൂടി വെക്കത്തില്ല, ഇനി ഞാനിത് അടക്കി വെക്കത്തില്ല, ഇനി ഞാനിത് മറച്ചു വെക്കത്തില്ല. എൻ്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ അടക്കി വെച്ചാൽ, മറച്ചു വെച്ചാൽ, മൂടി വെച്ചാൽ സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഹെൽത്ത്, ദാറ്റ് വിൽ അഫക്റ്റ് അവർ മൈൻഡ്. ഇന്ന് രാവിലെ സമയം വിശ്വസിക്കുന്ന ദൈവവേദനയെ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും. ജീസസ്. ഞാൻ തീരുമാനിച്ചു, പാപം നിന്നോട് അറിയിക്കുമെന്ന്. അടുത്തത്, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. അടുത്തത്, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത്, അപ്പോൾ ഒരു കണ്ടീഷനുമില്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കണ്ടീഷനുമില്ലാതെ അപ്പോൾ ആ സെക്കൻഡിൽ, നാളെ വാ ഞാൻ ക്ഷമിക്കാമെന്നല്ല ദൈവം പറയുന്നത്. ആ സെക്കൻഡിൽ ദൈവം എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരായിരുന്നാലും എവിടെ ഇരുന്നാലും ഒരു കാര്യം മറന്നു പോകരുത്. പാപം മറച്ചു വെക്കുന്നവർക്ക് ശുഭം വരികയില്ല. ഏറ്റുപറയുന്നവർക്ക് കരുണ ലഭിക്കും.
ജീസസ്. ഈ പാൻഡമിക്കിന്റെ കാലത്ത്, ഈ മഹാവ്യാധിയുടെ കാലത്ത് ഒരു കാര്യം ഞാൻ ഉറപ്പായി വിളിച്ചു പറയാം: നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവന്റെ വരവിന്റെ കാലൊച്ച നമ്മൾ കേൾക്കുന്നു. കാഹളം കേൾക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവവൈതലേ, ഓടിയത് വെറുതെ ആകരുത്, അധ്വാനിച്ചത് വെറുതെ ആകരുത്, കൈകൊട്ടിയത് വെറുതെ ആകരുത്, പ്രസംഗിച്ചത് വെറുതെ ആകരുത്, കൊടുത്തത് വെറുതെ ആകരുത്. ഏറ്റുപറഞ്ഞ് കരുണ പ്രാപിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കൂ. ജീസസ്. റെക്കൺസിലിയേഷൻ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫോർഗിവ്നെസ്. ഞാൻ ഓർക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ശാസ്ത്രിമാരും പരീശന്മാരുടെ ഒരു സ്ത്രീയെ പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യം 3 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു: യേശുവേ, ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിയണം. അങ്ങനെ ന്യായപ്രമാണം ഞങ്ങളോട് പറയുന്നുണ്ട്. കാരണം ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുക, അഡൽറ്ററിയിൽ ഞങ്ങൾ പിടിച്ചിരിക്കുക, അതിൽ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് ഒന്നും മറുപടി പറഞ്ഞില്ല. കർത്താവ് കുനിഞ്ഞ നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു. എഴുതിയത് എന്താണെന്നൊന്നും ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ അതല്ല എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. അതിൽ ഒരു കാര്യം മാത്രം പറയാനാണ്. കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. ഞാൻ പറയുന്ന യോഹന്നാൻ 8:3 മുതലുള്ള വാക്യങ്ങളാണ്. മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം, മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ഓരോരുത്തൻ, മൂത്തവൻ മുതൽ ഇളയവൻ വരെ അവിടെ നിന്ന് പോയി കളഞ്ഞു. ഞാൻ ഈ വാക്യം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ പറയാം. ഇവിടെ കുനിഞ്ഞു നിൽക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ. യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക. സ്ത്രീ കുനിഞ്ഞു നിന്നെന്ന് എഴുതിയിട്ടില്ല. സ്ത്രീ നേരെയാ നിൽക്കുന്നത്. ആരെങ്കിലും ഒരുത്തൻ കല്ലെറിയാൻ തുടങ്ങിയാൽ അവൻ്റെ കണ്ണിലോട്ട് ഈ സ്ത്രീ നോക്കും. ഹലോ, ആരെങ്കിലും ഒരുത്തൻ കല്ലെറിയാൻ ശ്രമിച്ചാൽ അവൻ്റെ കണ്ണിലേക്ക് ഈ സ്ത്രീ നോക്കും. പിന്നെ അവൻ എറിയാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, അവരുടെ മനസ്സാക്ഷി പ്രിക്ക് ചെയ്തു. മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തരായി പോയി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം: ആരും കല്ലെറിഞ്ഞില്ലെന്ന് വിചാരിച്ച് നീ നീതിമാനാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ആരും കല്ലെറിഞ്ഞില്ലെന്ന് വിചാരിച്ച് ഈ വന്ന സ്ത്രീ നീതിമാനാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആരും കല്ലെറിഞ്ഞില്ലെങ്കിലും കല്ലെറിയാൻ യോഗ്യനായ ഒരുവൻ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞാൽ, സ്ത്രീയെ, നിന്നെ എറിയാൻ യോഗ്യനായവൻ യേശു മാത്രമേ ഉള്ളൂ. അവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവവൈതലേ, ഒരു കുറ്റത്തെക്കുറിച്ചും നമുക്ക് ബോധം വരുന്നില്ലെങ്കിലും നമ്മൾ നീതിമാനെന്ന് വരുന്നില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു പോയെങ്കിൽ, നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഈ പകൽക്കാലം മുട്ടിന്മേൽ നിന്ന് ദൈവമേ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പറയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയെ ഒരു ശുദ്ധീകരണത്തിലേക്ക് നടത്താൻ ഒരു പ്രവാചകനായി ഇന്ന് പകൽ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുക. ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ ദൂതുകൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ദൈവവൈതലിന് ഇന്ന് രാവിലെ സമയം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയും. ജീസസ്. സ്ത്രീയോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്: ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ അല്ലെങ്കിൽ കുറ്റം വിധിക്കാൻ യോഗ്യതയുള്ളവൻ ഇന്ന് പകൽ നമ്മുടെ മുൻപിലുണ്ട്. അവൻ നമ്മെ വെറുതെ വിട്ടിരിക്കുകയാണ്. അവൻ നമ്മെ വെറുതെ വിട്ടിരിക്കുക. സ്തോത്രം. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം ഈ ആമേൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, തിരുവചനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ കാണാതെ പോയിട്ടുള്ളതിനെ ഇന്ന് രാവിലെ സമയം വചനത്തിൻ്റെ വിളക്ക് കൊണ്ട് തെളിയിച്ച് അത് കണ്ടുപിടിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയിലെ ഓരോ വ്യക്തികളോടും ആലോചന പറഞ്ഞു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സൺഡേയിലെ ആരാധനയ്ക്ക് മുൻപ് നമ്മുടെ കർത്താവ് മടങ്ങി വന്നാൽ നിത്യരാജ്യത്തിൽ യേശുവിനോടുകൂടെ പോകണമെങ്കിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി, ഒരു ക്രമീകരണത്തിന് വേണ്ടി ദൈവസഭയെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ജീസസ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ
അക്യൂസ്ഡായി, കണ്ടംഡായി, പണിഷ്മെൻറ്റിന് വിധേയപ്പെടാൻ പോകുന്ന സ്ത്രീയോട് യേശു പറയുക, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ സ്റ്റോറിയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ദൈവം നമ്മെ വെറുതെ വിട്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കരുത്. ജീസസ്, കർത്താവ് നമ്മളെ സ്വതന്ത്രരായി വിട്ടയച്ചു. കർത്താവ് നമ്മളോട് ക്ഷമിച്ചു തന്നു. കർത്താവ് നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചു. കർത്താവ് നമ്മുടെ അനവധിയായ കുറ്റങ്ങൾ ക്ഷമിച്ചു തന്നെങ്കിൽ ഇന്ന് പകലിൽ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കരുത്. അത് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിന് തടസ്സമാണ്. That will affect our mind. That will affect our conscience. That will affect our health. ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മനസ്സാക്ഷി അത് ബാധിക്കും. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് മുട്ടുകുത്തി യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ക്ഷമ എപ്പോഴും അൺകണ്ടീഷണലാണ്. അത് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നും തിരികെ പ്രാപിക്കാതെ, ഒന്നും തിരികെ ചോദിക്കാതെ. കർത്താവ് തന്നെ അതിന് നല്ല ഉദാഹരണം പറഞ്ഞു. ആരെങ്കിലും വന്ന് നിന്റെ ഒരു കവിളത്തടിച്ചാൽ മറ്റേതുകൂടെ കാണിച്ചു കൊടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അത് ക്ഷമയുടെ പാഠമാണ്. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവം ഇതിലെ നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിൽ, നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാവിലെ നിന്റെ അരികിൽ വന്ന് ഹൃദയത്തോട് പറയുകയാണ്, ആർ യു വില്ലിംഗ് ടു ഫോർഗിവ് others? ജീസസ്. Second one, God's forgiveness is always unlimited. രണ്ടു വേടേ എനിക്ക് പറയാനുള്ളൂ. God's forgiveness is always unconditional. Second one, God's forgiveness is always unlimited. എന്താ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്? 70 times 7. അത് ആകെ ജീവിതത്തിലെ 100 വർഷത്തെ ജീവിതത്തിൽ 70 times 7 എന്നല്ല, ഒരു വിഷയത്തിൽ അത്രയും ചെയ്യണം. 770 ഒരു വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും എത്രയോ പ്രാവശ്യം നമ്മൾ ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. ഫോർഗിവ്നെസ് നമ്മളെ സ്വതന്ത്രരാക്കും. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറ്റും. ഹൃദയത്തിൻ്റെ വേദനകൾ അകറ്റും. തെളിവുകൾ ധാരാളമുണ്ട്. യോസേപ്പ് എന്ന് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ നോക്കൂ. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണ്. ഒരുപക്ഷെ കയ്യിലൊരു പൊതിയുമായിട്ടായിരിക്കാം വന്നത്. ആ ഭക്ഷണം വാങ്ങിച്ച് അവർ ഒരു കുഴിയുടെ കരയ്ക്കിലിരുന്ന് ഭക്ഷിക്കുമ്പോൾ ആ കുഴിക്കകത്ത് കിടക്കുന്ന യോസേപ്പിൻ്റെ നിലവിളി. അങ്ങനെയാണ് ആമോസ് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുന്നു, സംഗീത ഉപകരണങ്ങൾ കൊണ്ട് സംഗീതം വായിക്കുന്നു, പക്ഷേ യോസേപ്പിൻ്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നതുമില്ല എന്നാണ് ആമോസ് പറയുന്നത്. യോസേപ്പ് കുഴിയിൽ കിടന്ന് നിലവിളിക്കുന്ന നിലവിളി അവരുടെ കാതിലെത്തുന്നില്ല. കാരണം അവർ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയാണ്, അവർ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് സംഗീതം വായിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം അവിടെ കിടന്ന് നിലവിളിക്കുന്ന നിലവിളി ദൈവത്തിൻ്റെ കാതുകളിലെത്തി. അടുത്തത് മിദ്യാന്യ കച്ചവടക്കാർ, പൊത്തിഫേറിന്റെ ഭവനം, കാരാഗ്രഹം. കുറെ നാൾ കഴിഞ്ഞു. യോസേപ്പ് മിസ്രൈമിലെ മന്ത്രിയായി. എനിക്ക് ഇഷ്ടമുള്ള ചിന്ത ഞാൻ പറഞ്ഞു നിർത്താം. യോസേപ്പ് മിസ്രൈമിലെ മന്ത്രിയായി. ഈ സഹോദരന്മാർ ആഹാരം വാങ്ങിക്കാൻ യോസേപ്പിന്റെ അടുക്കൽ വന്നു. അവർക്ക് മനസ്സിലായില്ല മന്ത്രി ആരാണെന്ന്. തങ്ങളുടെ സഹോദരനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ യോസേപ്പിന് മനസ്സിലായി തന്റെ സഹോദരന്മാരെ. വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ലോകത്തിലെ ഏതു മനുഷ്യനാണെങ്കിലും ഔദ്യോഗികമായൊരു പദവിയിലെത്തുമ്പോൾ തൻ്റെ ജീവിതകാലം മുഴുവൻ തന്നെ ദ്രോഹിച്ച, തന്നെ ഉപദ്രവിച്ച, തനിക്ക് വിരോധമായി പ്രവർത്തിച്ച ആളുകൾക്കോട് എപ്പോഴെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുമോ? There is no revenge. ഒരു പ്രതികാരവുമില്ല. ശ്രദ്ധിക്കണമേ, യോസേപ്പിന് തന്നെ താൻ അടക്കാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കമ്പാഷന്റെ പാർട്ടാണ്. ഇന്ന് രാവിലെ സമയം റിവഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കഠിനപ്പെടും. എന്നാൽ കമ്പാഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമുക്ക് ഉണർവായി തീരട്ടെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. അകത്തൊരു കമ്പാഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ജീസസ് സഹോദരന്മാർക്ക് ആഹാരം കൊടുത്തു. ഏറ്റവും ഒടുവിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ സകല ജാതികൾക്കും ജീവരക്ഷ വരുത്തുവാൻ ആ ദോഷത്തെ ദൈവം നന്മയാക്കി മാറ്റി. ഒന്നുകൂടെ പറയാം ആ വാക്യം, ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു.
ഞാൻ തിരിച്ച് നിങ്ങളോട് ദോഷം നിരൂപിക്കുന്നില്ല. കാരണം ഞാനത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു, ഞാനത് ദൈവത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ ദോഷത്തെ ദൈവം ഇന്നുള്ളതുപോലെ എനിക്ക് നന്മയ്ക്കാക്കി തീർത്തു. കുഞ്ഞെ, സഹോദര, സഹോദരി, ആമേൻ, നിന്റെ മുറിവ് ഇന്ന് പകൽക്കാലം കരിയുവാൻ ഒരു ക്ഷമയോദിച്ചാൽ മതി, ഒരു ഫോർഗീവ്നെസിന്റെ സ്പിരിറ്റ് വ്യാപരിച്ചാൽ മതി. ദ സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ് നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ആത്മീയരായ ദൈവമക്കളുടെ ഹൃദയത്തിൽ, ആരാധിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നും തിരിച്ചു ചോദിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, അൺകണ്ടീഷണൽ ആയിട്ട് ക്ഷമിക്കാൻ തയ്യാറുള്ളവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീസസ്. യേശു ഇത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, യേശുവെ പോലെയാകുവാൻ. യേശു ഇത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, യേശു ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 23-34 വാക്യം വായിച്ചു നോക്കണം. ഫാദർ forgive them for they know not what they do. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതെവിടെ വെച്ചാൽ പറഞ്ഞെന്നറിയാമോ? 5 അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ പറഞ്ഞ കാര്യമല്ല, കടലിൻ്റെ മീതെ നടന്നപ്പോഴും പറഞ്ഞ കാര്യമല്ല, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞ കാര്യമല്ല, കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടം ചൂടി പുറമെല്ലാം മുഴവിജാലുകൾ പോലെ അടിച്ചു കീറപ്പെട്ടവനായി രക്തവും വെള്ളവും ധാരധാരയായി ഒഴുകുമ്പോൾ ആ ക്രൂശിന്മേൽ പിടഞ്ഞു മരിക്കുന്ന കർത്താവിനെ ഒടുവിൽ പറയാൻ കുറേ വാക്കുകളേ ഉള്ളൂ. ഇനി വാക്ക് പറയാനുള്ള ശക്തി അവനില്ല. പക്ഷേ അതിനിടയിൽ അതിശക്തമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഫാദർ forgive them. കുഞ്ഞെ, സഹോദര, പിടഞ്ഞു മരിക്കുമ്പോഴും അതിന് കാരണക്കാരായവരോട് ക്ഷമിച്ച യേശുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇത് ഹൃദയത്തിൽ മൂടി വെച്ച് നമ്മുടെ ജീവിതയാത്ര നയിക്കരുത്. അങ്ങനെ നയിച്ചാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്നറിയാമോ? ഒരു പഴമൊഴി, ഒരു പ്രോവർബ് പറയുന്നത് ഇങ്ങനെയാണ്: ദ മാൻ ഹു ഓപ്റ്റ്സ് ഫോർ റിവെഞ്ച് ഷുഡ് ഡിഗ് 2 graves. 2 കുഴികൾ കുഴിക്കുകയായിരിക്കും അവൻ. സ്തോത്രം. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ദ മാൻ ഹു ഓപ്റ്റ്സ് ഫോർ റിവെഞ്ച് ഷുഡ് ഡിഗ് 2 graves. കുഞ്ഞെ, ആർക്കെങ്കിലും കുഴി കുഴിക്കുമ്പോൾ അറിയാതെ നമുക്ക് വേണ്ടി കൂടെ നമ്മളൊരു കുഴി കുഴിക്കുകയാണെന്ന് മറക്കരുത്. ജീസസ്. എന്താണ് ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ? ഓവർലുക്കിംഗ് ദ മിസ്റ്റേക്സ് ആൻഡ് റെസ്റ്റോറിംഗ് ദ ബോണ്ട് ഓഫ് ലവ്. തെറ്റുകൾക്കപ്പുറത്തൂടെ കാണുന്ന, അതിൻ്റെ മീതെ കാണുന്ന കണ്ണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് ശാന്തമായി ഞാൻ ഈ വചനം പറയുന്നത്. തെറ്റില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല, കുറ്റങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. എണ്ണിപ്പറഞ്ഞാൽ 10,000 കുറ്റങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അത് നോക്കിയല്ല കർത്താവ് ക്ഷമിച്ചത്. ഇറ്റ് വാസ് അൺലിമിറ്റഡ് ആൻഡ് അൺകണ്ടീഷണൽ. അതേ സെയിം സ്പിരിറ്റ് നമ്മുടെ മേൽ വ്യാപരിക്കാൻ ദൈവാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുക, ഓവർലുക്കിംഗ് ദ മിസ്റ്റേക്സ്. ഹല്ലേലൂയ. നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നതിൻ്റെ കാരണം തെറ്റുകൾ കണ്ടുപിടിച്ചതാണ്, മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചതാണ്. ശരിയാ, എനിക്കും നിങ്ങളുടെയും മനസ്സിൽ 100 കണക്കിന് മിസ്റ്റേക്കുകൾ ഓർമ്മയുണ്ട്, പലരെ കുറിച്ചും ഓർമ്മയുണ്ട്. അടക്കിയാൽ അടങ്ങാത്ത കോപം നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. നമ്മളും മനുഷ്യരാണ്. പക്ഷേ അതിൻ്റെ മീതെ നമ്മൾ കാണുന്നതാണ് ദ സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ്. ഇന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകാൻ ഈ ദൂത് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ വിദേശത്തോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ഒരു ദേശത്തിന് സൗഖ്യമുണ്ടാകണമെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ് വ്യാപരിക്കണം. ഒരു സിറ്റിയിൽ സൗഖ്യമുണ്ടാകണമെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ് വ്യാപരിക്കണം. നിങ്ങൾ നോക്കിക്കേ, അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഐ കാൺട്ട് ബ്രീത്ത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, അവനെ കാണുന്ന ഒരു യജമാനനുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സമയം ന്യായമായി കാണുന്ന യജമാനന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണ് സ്വതന്ത്രരായി ഭവനത്തിൽ പോകുന്നത്. ജീസസ്. 1999 ജനുവരി മാസം 22 ഒഡീഷ സ്റ്റേറ്റിലെ മനോഹർപൂർ വില്ലേജിൽ ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഫിലിപ്പ് ആൻഡ് തിമതി കുഷ്ഠരോഗികളെ ചികിത്സിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുമ്പോൾ ശൂലം കൊണ്ട് കുത്തി ആ വാഹനത്തിനകത്തിട്ട് ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. ചില നാളുകൾക്ക് ശേഷം പത്രക്കാർ വന്ന് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വൈഫ് ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് ചോദിച്ച ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇതാണ്: ഇൻ ഫോർഗിവ്നെസ് there is no bitterness.
And when there is no bitterness, there is hope. This consolation comes from Jesus Christ. ഒന്നുകൂടെ ഞാൻ പറയുന്നു. In forgiveness, there is no bitterness. And when there is no bitterness, there is hope. This consolation comes from Jesus Christ. 2006 ഒക്ടോബർ മാസം 2-ാം തീയതി പെൻസിൽവേനിയയിലെ നിക്കൽ മൈൻസ് എന്ന സ്ഥലത്ത് ആമിഷ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ഹൗസിൽ ചാൾസ് കാൾ റോബർട്ട്സ് ഫോർത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ഗണ്ണുമായി ചെന്ന് 10 കുഞ്ഞുങ്ങളെ ഷൂട്ട് ചെയ്തു. അതിൽ 5 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. 5 കുഞ്ഞുങ്ങൾക്ക് മാരകമായി മുറിവേറ്റു. അന്ന് വൈകിട്ട് ആമിഷ് ലീഡേഴ്സ് ധാരാളം ഭക്ഷണ സാധനങ്ങൾ, അനേക ദിവസങ്ങൾക്ക് വേണ്ട ഗ്രോസറീസ് വാങ്ങി ആ കൊലപാതകനായ മനുഷ്യൻ, അദ്ദേഹം തനിയെ സ്വയം വെടിവെച്ച് മരിച്ചിരുന്നു. ആ മനുഷ്യൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളുടെയും വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് എങ്ങനെ നിന്നെ സഹായിക്കാൻ കഴിയും? ഇതാണ് ആമിഷ് ഗ്രേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നത്? അവരുടെ മറുപടി ഇതാണ്: ദൈവം ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും ക്ഷമിക്കുന്നു. ഫോർഗിവ്നെസ് മേക്സ് us real Christian. Hallelujah. Forgiveness should not be vocal exercise but a heartfelt resolution. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളും തലസ്ഥാനങ്ങളിൽ ഹൃദയം കഠിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പകയോ പിണക്കമോ നമ്മുടെ ഹൃദയത്തിനകത്ത് കൂടികൊണ്ട് അസ്ഥികൾക്ക് ദ്രവത്വമായി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം യേശുവിനോട് പറയണം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന്. ആ ക്ഷമ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കട്ടെ. യേശു വരുവാൻ സമയമെടുത്തിരിക്കുന്നു. വളരെ മനോഹരമായൊരു പഴയ പാട്ടുണ്ട്, യേശുവെ പോലെയാകുവാൻ. ആ പാട്ടിൻ്റെ 1-2 സ്റ്റാൻസ പാടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞേ, സഹോദര, ഒരു നിമിഷം കൊണ്ട് നാം ഇന്ന് രാവിലെ ബ്രീത്ത് ചെയ്തതുകൊണ്ട്, ശ്വസിച്ചതുകൊണ്ട് ജീവനോടെ ഭൂമിയിലിരിക്കുന്നു. ഒറ്റ സെക്കൻഡ് നമ്മുടെ ശ്വാസം നിലച്ചാൽ അത് അടുത്ത കാൽച്ചുവട് നിത്യതയിലായിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്കും മരണത്തിനും തമ്മിൽ ഒരു കാൽച്ചുവട് മാത്രമേ അകലമുള്ളൂ. ഒരുപക്ഷെ മറന്നു പോകരുത്, അടുത്ത കാല് വെക്കുന്ന നിത്യതയിലായിരിക്കും. പക്ഷേ നിത്യതയ്ക്കൊരു പ്രശ്നമുണ്ട്. ഏത് നിത്യതയിലാണെന്നുള്ളതാണ് പ്രശ്നം. ഒന്നുകിൽ നിത്യസ്വർഗത്തിൽ, അല്ലെങ്കിൽ നിത്യനരകത്തിൽ. ഈ ലാസ്റ്റ് ബ്രത്ത് എടുക്കുന്നതിന് മുമ്പ് forgive me എന്ന പദം നമ്മുടെ ആദരത്തിൽ നിന്ന് വരട്ടെ. അത് ദൈവകൃപയായി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.